അപ്പം ഞാനിന്നൊരു എൻ്റെ ഡെയിലി റൊട്ടീനിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ജൂലൈ ഫസ്റ്റ് തൊട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ ഇനിയൊരു വലിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ഇന്ന് ആ ഒരു ജൂലൈ 1 പ്രിപ്പറേഷൻസിലെ ഫസ്റ്റ് കാര്യമാണ്. സോ ഞാൻ എല്ലാ ദിവസവും ഇപ്പം ഈവനിങ് ജോഗിങ്ങിന് പോകാൻ പോവുകയാണ് ഗൈസ്. സോ വീട്ടിലിരുന്ന് ഫുള്ള് മടുപ്പാണ്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയം തരാൻ പോകുന്നത്. ഓക്കെ ബൈ ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പം ഗൈസ് ഞാനിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കുറേ പേര് പറഞ്ഞു ഗൈസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളിപ്പം ജോഗിങ് പോകുന്നത് മെയിൻലി ആയിട്ട് നിങ്ങൾ മോർണിംഗ് സെക്ഷനിലോട്ട് ആക്കാൻ നോക്കുക ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മോർണിംഗ് ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ആ ഒരു ഫ്രഷ്നെസ്സിൽ നമ്മൾ ജോഗിങ്ങിന് പോകുമ്പോൾ നമ്മളെ മൈൻഡും കുറച്ച് റിലാക്സ് ആയിരിക്കും. അത് നമുക്ക് അറിയാൻ സാധിക്കും. സോ നമ്മളിപ്പം ഈവനിങ് പോവുകയാണെങ്കിൽ ഈവനിങ് പോകുന്നതനുസരിച്ച് നമുക്ക് മോർണിംഗിലെത്തതും പിന്നെ ആഫ്റ്റർനൂണിലത്തെ കുറേ സ്ട്രെസ്സൊക്കെ ഇല്ലേ, സോ അത് നമുക്ക് റിലീഫായി കിട്ടാനാണ് നമ്മൾ ഈവനിങ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഗൈസ് എന്തായാലും ഞാൻ ഏകദേശം ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 3.5 മാക്സിമം അത്രേ ഞാൻ പോകത്തുള്ളൂ, അതിനപ്പുറം ഞാൻ പോകത്തില്ല. സോ ഞാൻ ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ പോകുന്നത് തന്നെ നിങ്ങൾക്കറിയാം. സോ ഞാനല്ലേ പോകുന്നത് മറ്റേ റൂട്ടാണ് ഗൈസ്, നമ്മൾ അരുമാനൂർ ഞേറ്റിങ്ങര റൂട്ടാണ് ഞാൻ മെയിൻലി ആയിട്ട് പോകുന്നത്. സോ എന്തായാലും ഈ ഒരു റൂട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു KCB സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. സോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഗൈസ് നമുക്ക് ആ ഒരു KCB സെൻറ്റർ കാണാൻ. സോ ഐ എം ഹോപ്പ്ഫുൾ ഫോർ യു. ഇത്രയ്ക്കും സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വിശേഷം കാണിച്ചു തരാം. സോ ഐ വിൽ സ്റ്റാൻഡ് ദെയർ ഫോർ ദാറ്റ് പ്ലേസ് ഫോർ KCB ആൻഡ് നിയറസ്റ്റ് ഫോർ ദ ചർച്ച്. കണ്ടില്ലേ, ചർച്ച് അടുത്തുണ്ട്. അപ്പം ഹോപ്പ്ഫുൾ ഗൈസ്. അപ്പോൾ ഞാൻ ഇത്രയ്ക്കും അല്ലെങ്കിൽ ഇത്രയ്ക്കും എഫേർട്ട് എടുത്ത വീഡിയോസ് അല്ലെങ്കിൽ ഇത്രയും ക്ലിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് പോകണം ഗൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. സോ ഇനിയുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ മീൻസ് നമുക്ക് പോകാൻ പറ്റുന്ന ദൂരം. അതായത് 3.5 കിലോമീറ്റേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇനി എത്ര കിലോമീറ്റേഴ്സ് ആവുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഹോപ്പ്ഫുള്ളി സബ്സ്ക്രൈബ് ഫോർ മൈ ചാനൽ. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. സോ ജംഗ്ഷൻ്റെ പേരാണ് പരണി എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷൻ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 3 kilometers I will reach it for that. I proud of man, I proud of you. ആദ്യമായിട്ടൊന്നല്ല, സിനിമ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു മാപ്പ് ചാലഞ്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ സോ ഞാൻ മുകളിൽ ഐക്കൺ ബട്ടണിൽ കൊടുത്തേക്കാം. സോ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ഈ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ് സൈഡിലൊക്കെ ഇങ്ങനെ മീൻ കച്ചവടക്കാർ, മാർക്കറ്റിംഗ് സെയിൽസും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഫോർ ചാണി. അപ്പം ഇവിടെ നിന്നായിരിക്കും നമ്മളിനി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ ഫൈനലി 3.5 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തു. സോ ഞാനിപ്പോൾ ഇന്ന് ചാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ എന്നുണ്ട് കാഞ്ഞിരംകുളത്തോട്ട്. പക്ഷേ ഞാൻ പോകുന്നില്ല, സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. സോ 6:30 ആവാറായി. അപ്പം ഇനി നമുക്കിനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്. സോ നമുക്ക് ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. സോ ഗൈസ് അടുത്ത വീഡിയോ കാണുന്ന ബൈ.